നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും ചോദ്യപേപ്പർ ചോർച്ചാ പരാതികൾക്കും പിന്നാലെ വരാനിരിക്കുന്ന പുനഃപരീക്ഷയ്ക്ക് അത്യന്തം കടുപ്പമേറിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും പൂർണ്ണമായും തടയുന്നതിനായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ CRPF, CISF എന്നീ കേന്ദ്ര സേനകളെ വിന്യസിക്കും. രാജ്യത്തെ 551 പരീക്ഷാ നഗരങ്ങളിൽ നിന്നും അതത് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ചോദ്യപേപ്പറുകൾ സുരക്ഷിതമായി എത്തിക്കുന്ന ചുമതലയാണ് കേന്ദ്ര സേനകൾക്ക് നൽകിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ശേഷം OMR ഷീറ്റുകൾ സുരക്ഷിതമായി തിരികെ കൊണ്ടുപോകുന്നതിനും ഈ സേനകളുടെ കാവലുണ്ടാകും. വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ചോദ്യപേപ്പറുകൾ വ്യോമാർഗം എത്തിക്കുന്നതിനുള്ള ചുമതല ഇന്ത്യൻ വ്യോമസേനയ്ക്കാണ് നൽകിയിരിക്കുന്നത്. സുരക്ഷ ശക്തമാക്കുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ രീതിയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചില പ്രധാന മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഈ വർഷം മുതൽ നീറ്റ് പുനഃപരീക്ഷയുടെ സമയം 195 മിനിറ്റായി നിശ്ചയിച്ചു. മുൻപ് ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിനൊപ്പം റഫ് വർക്കുകൾ ചെയ്യാനായി 2 പേജുകൾ മാത്രമാണ് നൽകിയിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ വിദ്യാർത്ഥികളുടെ സൗകര്യം മുൻനിർത്തി റഫ് പേജുകളുടെ എണ്ണം 4 ഉയർത്തിയിട്ടുണ്ട്. ഈ പുതിയ മാറ്റങ്ങളോടെ ജൂൺ 21 രാജ്യവ്യാപകമായി നീറ്റ് പുനഃപരീക്ഷ നടക്കുക. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും പരീക്ഷാ നടത്തിപ്പിലെ സാങ്കേതിക തകരാറുകളിലും പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പൂനെയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ വരും ദിവസങ്ങളിൽ ലക്നൌ, ബംഗളൂരു, ജയ്പൂർ, ഹൈദരാബാദ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് കേന്ദ്ര മന്ത്രാലയം ഒത്തുകളിച്ചതെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കും വരെ സമാധാനപരമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും CJP പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി.